അസംബ്ലി സെഗ്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലിൽ ഞങ്ങൾ നാലാമത് വിലയിരുത്തുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 3 ദിവസം തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം വിലയിരുത്തൽ കഴിഞ്ഞു. പത്തനംതിട്ടയിലെ കാര്യങ്ങൾ കുറെ കൂടെ സങ്കീർണമാണ്. കാരണം പത്തനംതിട്ടയിലെ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ്. ആമുഖമായിട്ട് പറഞ്ഞാൽ ഇത്തവണ പത്തനംതിട്ടയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് തന്നെയായിരുന്നു. വളരെ മുന്നേ പ്രചാരണം തുടങ്ങി, വളരെ മുമ്പിലെത്തി പ്രചാരണത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഐസക് പത്തനംതിട്ടയെ ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം. ഓരോ യോഗങ്ങളിൽ പങ്കെടുത്ത ജനപങ്കാളിത്തം മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും അതിനടുത്തെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതൊരു വലിയ പക്ഷേയാണ്. ഇതൊക്കെ ഈ ഒരു മേൽക്കൈ പ്രചാരണത്തിൽ അത് വോട്ടായി മാറുമോ? അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ്? പത്തനംതിട്ടയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അസംബ്ലി സെഗ്മെൻറ്റ് വൈസ് എടുത്താൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, ഇങ്ങനെ 7 മണ്ഡലങ്ങളാണുള്ളത്. ഇതിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയിച്ചു നിൽക്കുന്നത് കഴിഞ്ഞ 2021 LDF ആണ്. എല്ലാ മണ്ഡലങ്ങളിലും പത്തനംതിട്ട ലോക്സഭാ പരിധിയിൽ വരുന്ന 7 അസംബ്ലി മണ്ഡലങ്ങളിലും ജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ഇടതുപക്ഷത്ത് വന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ N ജയരാജ് വലിയ ഭൂരിപക്ഷമാണ്. 10% വോട്ടിൻ്റെ വ്യത്യാസം ഭൂരിപക്ഷത്തിൽ നേടിയെടുക്കാൻ കഴിയും. പൂഞ്ഞാറിലാണെങ്കിൽ അതേപോലെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ കേരള കോൺഗ്രസ് മാണി 12% വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ആ ശതമാന കണക്ക് മാത്രം പറഞ്ഞങ്ങ് പോവുകയാണ്, വളരെ നീട്ടി പറയുന്നില്ല. അതൊരു വലിയ മാർജിനാണ്. തിരുവല്ലയിൽ മാത്യു T തോമസിന് നല്ല ഭൂരിപക്ഷമാണ് തിരുവല്ലയിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ റാന്നിയിൽ സ്ഥിരം CPMൻ്റെ രാജീവ് പ്രധാൻ ജയിച്ച മണ്ഡലത്തിൽ മാത്രമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രമോദ് നാരായണന് വോട്ട് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞത്. അതായത് 1285 വോട്ടിൻ്റെ 1% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് റാന്നിയിൽ CPMൻ്റെ LDFൻ്റെ ഘടകകക്ഷിയായ മാണി ഗ്രൂപ്പ് ജയിക്കുന്നത്, കേരള കോൺഗ്രസ്. അപ്പം അവിടെ മാത്രമാണ് ഒരു ചെറിയ വോട്ടിംഗ് ശതമാനത്തിലൊരു കുറവ് LDFന് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ആറന്മുളയിൽ വീണ ജോർജിന് മന്ത്രി 12% വോട്ടിൻ്റെ ലീഡാണ് നേടിയത്. അത് ചെറുതല്ല. അവിടെ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ബിജു മാത്യു എന്ന ആളായിരുന്നു. അദ്ദേഹം നേടിയത് 17.98% വോട്ടാണ് 2021. എന്നാൽ 2016 MD രമേശ് അവിടെ BJPക്ക് വേണ്ടി 23.48 വോട്ട് നേടിയിരുന്നു. എന്തുകൊണ്ട് 2016 23.48 കിട്ടിയ BJPക്ക് 2021 17.98 ആയിപ്പോയി. 6% വോട്ടിൻ്റെ കുറവ് BJPക്ക് സംഭവിച്ചു. ഈ വോട്ട് എവിടെ പോയി? ഇതാണ് ഇതിലെ സങ്കീർണതകൾ എന്ന് പറയുന്നത്. BJPക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടുമ്പം പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത്. അതുപോലെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രിസ്ത്യൻ നാമധാരി അനിൽ K. ആന്റണി മത്സരിക്കുന്നു. ഇതൊക്കെ ഓരോരോ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇനി കോന്നി എടുത്താൽ കോന്നി വളരെ രസകരമാണ്. കോന്നിയിൽ K. സുരേന്ദ്രൻ 2 തവണ മത്സരിച്ചു, ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലും. അത് കഴിഞ്ഞാണ് പിന്നീട് അദ്ദേഹം 2019 ലോക്സഭയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാര്യം എന്താണ്? 2019 ലോക്സഭയിൽ പിന്നെ അടൂർ പ്രകാശ് ആറ്റിങ്ങിലൊന്ന് ജയിച്ച് MP ആയപ്പോൾ കോന്നിയിലെ MLA സ്ഥാനം രാജിവെച്ചു. 6 മാസത്തോടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ KH ജനീഷ് കുമാർ എന്ന യുവ നേതാവ് DYFI നേതാവിനെ CPM ഇടതുപക്ഷം നിർത്തി. അവിടെ K. സുരേന്ദ്രൻ അതിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ശബരിമലയിലെ ഓളമുണ്ട്. പക്ഷേ ഈ ബൈ ഇലക്ഷനിൽ 2019 ബൈ ഇലക്ഷനിൽ ജനീഷ് കുമാറിന് 7% വോട്ടിൻ്റെ മാർജിനിൽ ജയിക്കാൻ പറ്റി. K. സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തായിട്ട് 28.65% വോട്ട് നേടി ബൈ ഇലക്ഷനിൽ, ഉപതെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിൻ്റെ UDFൻ്റെ P. മോഹൻരാജ് 31.79% വോട്ട് നേടി. രസകരം, ഇതേ K. സുരേന്ദ്രൻ 2021 വീണ്ടും കോന്നി അസംബ്ലി നിൽക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം 28-ന്ന് 21 കുറഞ്ഞു. BJPക്ക് കൂടേണ്ടതല്ലേ? 6.75-7% വോട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്ന് പിന്നെ നടന്ന പൊതു ഇലക്ഷനിൽ 21 K. സുരേന്ദ്രനെ കുറഞ്ഞു.
അപ്പം ശബരിമല വിവാദം കത്തി നിന്നതുകൊണ്ട് ആദ്യം കിട്ടിയ വോട്ട് പിന്നീട് കിട്ടിയില്ല. അത് തന്നെ 2019 ലോക്സഭയിലും ആവർത്തിച്ചു. ശബരിമല കത്തിച്ച് വോട്ട് നേടാൻ, ശബരിമല കുത്തിപ്പൊക്കി വോട്ട് നേടാൻ BJPക്ക് സാധിച്ചില്ല, ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഈ 3 തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ എത്തിയത് 3-ാം സ്ഥാനത്ത് തന്നെയാണ്. BJP ഇത്രയും ഹൈപ്പുള്ള സമയത്ത് പോലും BJPക്ക് 3-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞുള്ളൂ. അവിടെയാണ് ഇപ്പോൾ അനിൽ കെ ആന്റണി എന്താണ് മലമറിക്കുമെന്ന് നമ്മൾ ചോദിക്കുന്നത്. അനിൽ കെ ആന്റണി സത്യം പറഞ്ഞാൽ 2 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചാൽ, കെ സുരേന്ദ്രൻ പിടിച്ചതിൻ്റെ അത്രയും പിടിച്ചില്ലെങ്കിലും 2 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചാൽ ഒരുപക്ഷെ തോമസ് ഐസക്ക് ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് പത്തനംതിട്ടയിൽ ജയിക്കും. എന്നാൽ അടിയൊഴുക്കുകൾ മറിഞ്ഞാൽ BJPക്ക് അനിൽ ആന്റണിക്ക് BJP വോട്ട് കൊടുക്കാതെ സംഘപരിവാർ വോട്ടുകൾ ആന്റണിക്ക് പോയാൽ അവിടെ സംഭവിക്കുക ആന്റണി ചിലപ്പോൾ ജയിച്ചു പോയെന്നിരിക്കും. അത്രമാത്രം സങ്കീർണമാണ് പത്തനംതിട്ടയുടെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോന്നി. പിന്നെ അടൂര്, ചിറ്റയും ഗോകുമാറും വീണ്ടും 3 തവണ ജയിച്ച മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിലാണ്, 2% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ചിറ്റയും ജയിച്ചത്. അപ്പോൾ ഈ 2 മണ്ഡലങ്ങൾ റാന്നിയിലും അടൂരുമാണ് ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞു പോയത്. ബാക്കി അതിനർത്ഥത്തിൽ LDFന് മേൽക്കൈയാണുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ അസംബ്ലി സെഗ്മെൻറ്റ് വെച്ചിട്ട് ഈ പത്തനംതിട്ടയെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ LDFനോ UDFനോ നിശ്ചയമായും വിജയസാധ്യതയുള്ള ഉറപ്പുള്ള മണ്ഡലമല്ല പത്തനംതിട്ട എന്നാണ് പറഞ്ഞത്. ചില 6-7 മണ്ഡലങ്ങൾ ആ കാറ്റഗറിയിൽ വരും. LDFന് ജയിക്കാവുന്ന മണ്ഡലങ്ങൾ ഒരു 4 മണ്ഡലങ്ങൾ കൃത്യമായിട്ട് ജയിക്കുമെന്ന് പറയാവുന്നത്. UDFന് ഒരു 6-7 മണ്ഡലങ്ങൾ, ബാക്കി 6-7 മണ്ഡലങ്ങൾ കയ്യാലപ്പുറത്താണ്. അതിൽ പത്തനംതിട്ട ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് കയ്യാലപ്പുറത്താണ്. ഈ വോട്ടിംഗ് പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഐസക്ക് ജയിക്കാം, അല്ലെങ്കിൽ ആന്റണി ജയിക്കാം. അത് അത്രമാത്രം ഒരു പ്രത്യേക സ്വഭാവമാണ് പത്തനംതിട്ട വച്ച് പുലർത്തുന്നത്.